പ്രേം നസീർ, നമ്മുടെ പ്രിയപ്പെട്ട പ്രേം നസീറിനെ കുറിച്ച് പറയാതെ ഒരു കാരണവശാലും മലയാള സിനിമയുടെ ചരിത്രം പറയുക സാധ്യമല്ല, ചരിത്രത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അത്രയേറെ ഒരു കാലഘട്ടത്തെ മുഴുക്ക ഒരുപക്ഷെ ഇന്നും ജനമനസ്സുകളെ കീഴടക്കിയ ഒരു മഹാനടനാണ്, വലിയ നടനാണ്, അല്ലെങ്കിൽ വലിയ താരമാണ് പ്രേം നസീർ. പ്രേം നസീർ വലിയൊരു അഭിനയ പ്രതിഭയാണോ എന്ന് ചോദിച്ചാൽ എനിക്കൊക്കെ സംശയമുണ്ട്. തീർച്ചയായിട്ടും ഞാനങ്ങനെ സത്യനെ പോലെയോ കൊട്ടാരക്കരയെ പോലെയോ ഒന്നും വലിയ ഒരു അഭിനയ പ്രതിഭയല്ല പ്രേം നസീർ. എങ്കിലും തൻ്റെ വശ്യ സൗന്ദര്യം കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ അദ്ദേഹം വലിയ ഇടങ്ങൾ നേടി. ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം എവർഗ്രീൻ ഹീറോ ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വശ്യ സൗന്ദര്യം തന്നെയായിരിക്കാം അദ്ദേഹത്തിലെ നടനെ അപജയപ്പെടുത്തിയത്. അതിൻ്റെ കാരണം എന്താണെങ്കിൽ ശ്രൈണമായ അദ്ദേഹത്തിൻ്റെ ആ മുഖത്തിന് ഇപ്പോൾ സത്യൻ അവതരിപ്പിച്ച നമ്മുടെ അനുഭവ പാളിച്ചകൾ ചെല്ലപ്പനെ പോലുള്ള കഥാപാത്രത്തെയോ ഓടയിൽ നിന്നിലെ പപ്പുവിനെ പോലുള്ള കഥാപാത്രത്തെയോ കടൽപ്പാലത്തിൽ തമ്പിയോ ഒന്നും അവതരിപ്പിക്കാൻ കഴിയില്ല. അത് ആ മുഖപ്രകൃതിയുടെ പ്രത്യേകതയാണ്. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല. പക്ഷേ ആവശ്യമുള്ളിടത്ത് പലപ്പോഴും സത്യനോടൊപ്പം അഭിനയിച്ചുള്ള പല പടങ്ങളിലും കാണാം അദ്ദേഹം ഉയരുന്നത് കാണാം. അദ്ദേഹത്തിന് ഉയരാനുള്ള കഴിവുണ്ട്. വലിയ തലത്തിലേക്ക് അത് ഉയർന്നു പോയില്ലെങ്കിലും അദ്ദേഹത്തിന് ആ ഉയരാനുള്ള പ്രതിഭയുണ്ട്. അദ്ദേഹത്തിനുള്ളിൽ നിന്ന് അദ്ദേഹം പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. പലപ്പോഴും സി.ഐ.ഡി. നസീർ പോലുള്ള സിനിമകളിൽ, മിക്കവാറും സിനിമകളിലൊക്കെ സീനിൽ അധികം ഉണ്ടാകുന്നത് അടൂർ ബാസിയാണ്. ആ സിനിമയുടെ അധിക ഭാഗവും അഭിനയിക്കുന്ന അടൂർ ബാസിയാണ്. പക്ഷേ തൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രം അദ്ദേഹം ആ പടങ്ങളെയെല്ലാം തൻ്റേതാക്കി മാറ്റുകയാണ്. കാരണം ആ സൗന്ദര്യ രൂപം, ആ സുന്ദര രൂപം അങ്ങനെയായിരുന്നു. ആ സുന്ദര രൂപം തന്നെ. അതുകൊണ്ട് തന്നെ പാട്ട് സീനുകളിലൊക്കെ യേശുദാസിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് പ്രേം നസീറിൻ്റെ മുഖം ഓർക്കാതെ വയ്യാത്ത രീതിയിൽ അത്രയേറെ ഉയർന്നതായിരുന്നു ആ സൗന്ദര്യം. പക്ഷേ ഇവിടെയാണ് കുഴപ്പം. അദ്ദേഹം തിരക്കുള്ള നടനായി പോയി എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് കലയ്ക്കും ആവശ്യമായ ഒരു ധ്യാനാവസ്ഥയുണ്ട്. ആ ധ്യാനാവസ്ഥ പലപ്പോഴും പ്രേം നസീറിന് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം അദ്ദേഹം തിരക്കുകളാണെങ്കിൽ സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കഥാപാത്രത്തിനോട് ഒരു ധ്യാനാവസ്ഥ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും അതിഭാവത്വത്തിലേക്ക് അദ്ദേഹം വഴുതി വീണു. അദ്ദേഹത്തിൻ്റെ അത്ര ഉയർന്നല്ലെങ്കിലും ഒരു മിനിമൈസ് ചെയ്തിട്ടുള്ള പ്രതിഭാശക്തിയെ തന്നെ വേണ്ടത്ര ഊതിക്കാച്ചിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ മലയാളത്തിൻ്റെ എന്നെന്നും ഓർമ്മിക്കുന്ന നടന് നമുക്ക് നമസ്കാരം പറയാം.